ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു തആല അൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു വേദന, മുസ്ലിമായ അന്നു മുതൽ തുടങ്ങിയതാണ് ആ ഒരു വേദന, അത് വിട്ടുമാറുന്നില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയത്തിലുള്ള ആവലാതി ബോധിപ്പിച്ചു. നബി, എങ്ങനെ ഒരു വേദന എനിക്കുണ്ട് എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെയ്തത്? ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞത്, നിന്റെ ശരീരത്തിൽ എവിടെയാണോ നിനക്ക് വേദനിക്കുന്നത് അവിടെ നീ നിന്റെ കൈ വെക്കുക. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, ആ വേദനയുള്ള ഭാഗത്ത് എന്ത് വേണം? കൈ വെക്കണം. വഖുൽ, എന്നിട്ട് പറയണം ബിസ്മില്ലാഹി സലാസൻ, 3 തവണ ബിസ്മില്ലാഹ് 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 എന്ന് പറയണം. വഖുൽ, എന്നിട്ട് എന്ത് പറയണം? സബ്അ മറാത്തിൻ, 7 തവണ ഇങ്ങനെ പറയണം. എന്താണ് പറയേണ്ടത്? അഊദു ബില്ലാഹി വഖുദ്റതിഹി, അഊദു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ ശരണം തേടുന്നു. അഊദു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. വഖുദ്റതിഹി, അവന്റെ കഴിവുകളിലും. മിൻ ശർരി, ഉപദ്രവത്തിൽ നിന്ന്. ഏതിന്റെ ഉപദ്രവം? മാ അജിദു, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു വേദനയുടെ ഷർറിൽ നിന്നും. വ ഉഹാദിറു, ഞാൻ ഭയപ്പെടുന്നതിൽ നിന്നും. എന്ന് പറഞ്ഞാൽ ഈ ഒരു വേദന കാരണം ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റു വേദനകളും പ്രയാസങ്ങളും. അപ്പൊ രണ്ടിൽ നിന്നും, ഒന്ന് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു വേദനയിൽ നിന്നും, പിന്നീട് ഭാവിയിൽ ഇത് കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റു പ്രയാസങ്ങളിൽ നിന്നും ഞാൻ അള്ളാഹുവിലും അവന്റെ ഖുദ്റത്തിലും അഭയം തൊടുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയാണെന്ത്? ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് അവിടെ കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ല എന്ന് 3 തവണ പറയുക. ശേഷം 7 തവണ അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന് ചൊല്ലുകയും ചെയ്യുക. ഇനി ഇതാണ്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? നമുക്ക് കാണാൻ സാധിക്കും, ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുക, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ശ്രദ്ധിക്കുക, അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം നോക്കൂ നിങ്ങൾ, അല്ലാഹു മാറ്റി തന്നു എന്നാണ്. നമ്മൾ ഏത് മന്ത്രം ചൊല്ലുമ്പോഴും ഇതേപോലെയുള്ള ഏത് മരുന്നുകൾ കഴിക്കുമ്പോഴും അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമെന്നാണ്. നമുക്ക് മരുന്ന് തന്ന ഡോക്ടർ മാറ്റുമെന്നോ നാം കുടിച്ച മരുന്ന് മാറ്റുമെന്നോ ഒന്നുമല്ല വിശ്വസിക്കേണ്ടത്, മറിച്ച് ആത്യന്തികമായി അല്ലാഹുവാണ് ശിഫ നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇദ്ദേഹം ഈ റുഖിയ ചെയ്തതിന് ശേഷം അദ്ദേഹം പറയുന്നത് എന്താണ്? ഫഅദ്ഹബല്ലാഹു അസ്സ വജല്ല മാ കാന ബി, എന്റെ ആ വേദന അല്ലാഹു എനിക്ക് മാറ്റി തന്നു. ഫലം അസൽ ആമുറു ബിഹി അഹ്ലി വഗൈറഹും, അതുകൊണ്ട് തന്നെ ആ സംഭവത്തിന് ശേഷം ഞാൻ എൻ്റെ കുടുംബക്കാരോടും മറ്റുള്ളവരോടും ഈ കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട്, കൽപ്പിക്കാറുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ നാം ഒക്കെ അങ്ങനെ ചെയ്യണം. നോക്കൂ, ആ സ്വഹാബിക്ക് അതിൽ നിന്ന് ആ ഒരു മന്ത്രത്തിലൂടെ ലഭിച്ചത് വളരെ വലിയൊരു ആശ്വാസമാണ്. ഒരുപാട് കാലം അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയ ഒരു അസുഖമാണത്. അതുകൊണ്ടാണ് അബൂദാവൂദ് റഹിമഹുല്ലയുടെ റിവായത്തിലുള്ളത്, അദ്ദേഹം പറയുകയാണ്, എനിക്കൊരു വേദന ഉണ്ടായിരുന്നു, അത് എന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയി. അത്രക്ക് കടുത്ത വേദന, ഞാൻ മരിക്കുമോ എന്നെനിക്ക് തോന്നിപ്പോകുന്ന വേദന എന്നാണ്. ആ വേദനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ.